ഒരു വശത്ത് കടലും മറുവശത്ത് നദിയും നടുവിലൂടെ സ്വർണ്ണ നിറമുള്ള മണൽപ്പരപ്പും കാണാൻ കഴിയുന്ന അപൂർവമായ ഒരു സ്ഥലത്തേക്കാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്. പ്രകൃതിയുടെ വ്യത്യസ്ത മുഖങ്ങൾ ഒരേ ഫ്രെയിമിൽ കാണാൻ കഴിയുന്ന ഈ സ്ഥലം നിരവധി സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമാണ്. വെൽക്കം ടു ട്രൈ ഇറ്റ് ഫാം. ബീച്ച് സീരീസിന്റെ 6ാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. മറ്റു വീഡിയോസ് കാണാത്തവർക്ക് ബീച്ച് സീരീസ് പ്ലേലിസ്റ്റ് മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ യാത്ര കഴിഞ്ഞ വീഡിയോയിൽ കണ്ട ലെമൂർ ബീച്ചിൽ നിന്ന് തിരുവനന്തപുരം ജില്ലയിലെ പ്രശസ്തമായ പൂവാർ ഗോൾഡൻ സാൻഡ് ബീച്ചിലേക്കാണ്. ലെമൂർ ബീച്ചിൽ നിന്ന് യാത്ര ആരംഭിച്ച് നീറോടി, മാർത്താണ്ഡൻതുറ, വള്ളവിള, പൊഴിയൂർ, ചൊവ്വര എന്നീ പ്രദേശങ്ങൾ പിന്നിട്ടാണ് നമ്മൾ പൂവാറിലേക്ക് എത്തിയത്. കേരള തമിഴ്നാട് തീരദേശ ഗ്രാമങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ റൂട്ട് നിരവധി വ്യത്യസ്ത കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒന്നാണ്. തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ സഞ്ചരിച്ചാൽ പൂവാറിലെത്താം. കോവളം, വിഴിഞ്ഞം, ചൊവ്വര വഴി പൂവാറിലേക്ക് എത്തിച്ചേരുന്നു. ഇവിടെ കാണുന്ന ഈ പച്ചപ്പായി പടർന്നു കിടക്കുന്ന ചെടി ബീച്ച് മോർണിംഗ് ഗ്ലോറി എന്നറിയപ്പെടുന്ന കടൽ തീര സസ്യമാണ്. ഇളം വയലറ്റ് നിറത്തിലുള്ള പൂക്കൾ വിരിയുന്ന ഈ ചെടി കടൽക്കാറ്റിനെയും ഉപ്പ് രസത്തെയും അതിജീവിച്ച് വളരുന്നു. കടൽ തീരത്തെ മണൽ മണ്ണ് ഒലിച്ചു പോകാതിരിക്കാൻ സഹായിക്കുന്ന പ്രകൃതിയുടെ സംരക്ഷണ കവചം കൂടിയാണിത്. പൂവാർ എന്നത് തിരുവനന്തപുരം ജില്ലയിലെ തെക്കേ അറ്റത്തായി കേരള തമിഴ്നാട് അതിർത്തിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ഒരു പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രമാണ്. ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്ന് ബോട്ടിംഗ് തന്നെയാണ്. ബോട്ടിംഗ് പോയിന്റിന് സമീപം എത്തിയപ്പോൾ ഒരുപാട് ബോട്ടുകൾ യാത്രക്കാരുമായി പോകുന്നതും വരുന്നതും കാണാൻ സാധിച്ചു. ബാക്ക് വാട്ടറിലൂടെയും നദിയിലൂടെയും പോകുന്ന ഈ യാത്ര അനുഭവിക്കാൻ നിരവധി ആളുകളാണ് ഇവിടെ എത്തുന്നത്. അതിനോടൊപ്പം വെള്ളത്തിന് മുകളിലായി ഒരുക്കിയിരിക്കുന്ന ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റുകളും ഇവിടെ ശ്രദ്ധേയമാണ്. ബോട്ടിൽ സഞ്ചരിക്കുന്നവർക്കും സന്ദർശകർക്കും ഭക്ഷണം ആസ്വദിക്കാനായി ഒരുക്കിയിരിക്കുന്ന ഈ റെസ്റ്റോറന്റുകൾ പൂവാറിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ ബീച്ചും ബോട്ടിങ്ങും മാത്രമല്ല, വ്യത്യസ്തമായ ഭക്ഷണാനുഭവവും ഇവിടെ ലഭിക്കുന്നു. ഇവിടെ നിന്ന് നോക്കുമ്പോൾ കടലിന്റെ നീല നിറവും മണൽത്തീരത്തിന്റെ സ്വർണ്ണ നിറവും തമ്മിലുള്ള വ്യത്യാസം വളരെ മനോഹരമായി കാണാം. ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നവർക്ക് നിരവധി വ്യത്യസ്ത ഫ്രെയിമുകൾ ഇവിടെ കണ്ടെത്താൻ സാധിക്കും. കടലും നദിയും തമ്മിൽ രൂപം കൊള്ളുന്ന മണൽത്തിട്ടകൾ കാലാവസ്ഥയ്ക്കും തിരമാലകളുടെ സ്വഭാവത്തിനും അനുസരിച്ച് ചെറിയ മാറ്റങ്ങൾ കാണിക്കാറുണ്ട്.
അതുകൊണ്ട് ഓരോ സന്ദർശനത്തിലും ഇവിടെ അല്പം വ്യത്യസ്തമായ കാഴ്ചകൾ അനുഭവിക്കാനാകും. പ്രകൃതിയുടെ ഈ മനോഹര സംഗമം നേരിൽ കാണാൻ അവസരം കിട്ടിയാൽ തീർച്ചയായും സന്ദർശിക്കാവുന്ന ഒരു സ്ഥലമാണ് പൂവാർ ഗോൾഡൻ സാൻഡ് ബീച്ച്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ ആഴിമല വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ സ്റ്റേ ട്യൂൺ.